ലീല ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പുളിഞ്ചോറുണ്ടാക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു തമിഴ്നാടൻ ഡിഷാണ്. നമ്മളിവിടെ പറയുന്നത് പുളിഞ്ചോറെന്നാന്ന് പറഞ്ഞാലും അവിടെ ഇതിന് പറയുന്നത് പുളിസാദം എന്നാണ്. അപ്പം നമുക്കിന്നത് ഉണ്ടാക്കാം. അതിന് വേണ്ടി സാധനങ്ങളൊക്കെയാണ് എടുത്തു വച്ചിരിക്കുന്നത്. ഒരു 50 ഗ്രാം കടലപ്പരിപ്പ്, 2 സ്പൂണ് ഉഴുന്ന്, 2 സ്പൂണ് പരിപ്പ്. പിന്നെ അതിന് വേണ്ടി മറ്റുള്ള സാധനങ്ങൾ: വത്തലമുളക് ഒരു 6-7 എണ്ണം, മല്ലിയില അത് നമ്മുടെ ആവശ്യത്തിനിടാം. മല്ലിയില ചുവ ഇഷ്ടമില്ലാത്തവരുമുണ്ട്, ഉള്ളവരുമുണ്ട്. അപ്പം നമ്മുടെ ആവശ്യത്തിനിടാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 50 ഗ്രാം ഉണ്ട്. പുതിനയില, 2 കഷ്ണം ഇഞ്ചി, ഒരു 10 കഷ്ണം വെളുത്തുള്ളി. വാളംപുളി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നത്. ഇപ്പം 2 ഗ്ലാസ് ജീരക അരിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ജീരകശാലയെന്നും പറയും, ജീരക അരിയെന്നും പറയും. അപ്പോൾ വെള്ളമൊഴിച്ച് കുതിർത്ത് കഴുകി വാരി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പുളി ഇച്ചിരി കൂടുതലെടുത്ത് കുതിർത്ത് വെക്കണം. എന്നുവെച്ചാൽ പുളി ഇച്ചിരി അധികം ചേർത്താലും നമുക്ക് ചോറിന് പുളിയൊന്നും വരികയില്ല. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന കായപ്പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾ പൊടി, പിന്നെ നല്ലെണ്ണ. വെളിച്ചെണ്ണയിലല്ല, നല്ലെണ്ണയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് അരി അടുപ്പിലോട്ടിട്ടാലോ. 2 ഗ്ലാസ് അരി എടുത്ത് 1 മണിക്കൂർ കുതിർത്ത് വെച്ച് കഴുകി വാരി എടുത്തതാണ്. അരി അരമണിക്കൂർ കുതിർത്ത് വെച്ചതായതുകൊണ്ട് നമുക്ക് അതേ അളവിൽ തന്നെ വെള്ളം മതി. 2 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പോട് ഇട്ട് കൊടുക്കാം. നമുക്കിത് അടച്ച് വെക്കാം. ഒരു വിസിൽ വരട്ടെ. നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം. നമ്മുടെ ഉരുളി നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കതിനകത്തേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാം. കടല ഇട്ട് കൊടുക്കാം. ആയിട്ടുണ്ട്. ഇനി ഇഞ്ചി, വെളുത്തുള്ളിയും കൂടെ ഇടാം അല്ലേ. മല്ലിയില, പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്കിനിയും പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളി ഇത്രയും ഒഴിക്കുമ്പോൾ എല്ലാവരും ഓർക്കും ചോറിന് പുളി ആകുകയില്ല. ചോറിനധികം പുളിയൊന്നും ആകുകയില്ല. ഇതിന് ചേരുന്ന ഉപ്പിട്ട് കൊടുത്താൽ മതി.
ഇത് വാളംപുളിയുടെ വെള്ളമായതുകൊണ്ട് ഇത് പെട്ടെന്ന് കുറുകി വരും. അതുകൊണ്ട് നമുക്കിനി ബാക്കി പൊടികളും കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് ഉലുവാപ്പൊടി, ആവശ്യത്തിനുള്ള കായവും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഗ്രേവി ശരിയായിട്ടുണ്ട്. നമുക്കിത് കുറച്ച് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പുളിയെടുത്ത പാത്രത്തിലേക്ക് തന്നെ ഒഴിക്കാം. ചോറ് തുറന്ന് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ചോറൊക്കെ നല്ല കണക്കിന് വെന്തിരിപ്പുണ്ട്. ഒറ്റ വിസിലടിച്ചതേ ഉള്ളൂ. ഉണ്ടോ? നമുക്ക് ചോറ് അതിനകത്തോട്ട് കുറച്ച് കുടഞ്ഞിട്ടൊന്ന് ഇളക്കാം. അപ്പോൾ കുറേശ്ശെ ചോറിട്ട് വേണം ഇളക്കിയെടുക്കാൻ. എല്ലായിടത്തും പുളിയുടെ ഇതെല്ലാം ഗ്രേവി എല്ലായിടത്തും ചെല്ലണം. ആവശ്യത്തിനുള്ള ഒഴിച്ചു കൊടുത്താൽ മതി. ബാക്കി ഇരിക്കുന്നത് നമുക്ക് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമോ, അതല്ലെങ്കിൽ നമുക്കത് രസം പോലെ ഒഴിച്ച് കൂട്ടാനും നല്ലതാണ്. ഇങ്ങനെ വെക്കുന്ന ഈ ചോറ് ഫ്രിഡ്ജിനകത്ത് വെച്ചില്ലെങ്കിലും 2-3 ദിവസമൊക്കെ കേടാകാതിരിക്കും. ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ ഒരാഴ്ചയൊക്കെ ഇരുന്ന് നമുക്ക് കഴിക്കാം. ഇപ്പം നമ്മുടെ പുളിഞ്ചോറ് റെഡിയായിട്ടുണ്ട്. നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ ഉണ്ടാക്കിക്കൊണ്ട് പോകാൻ പറ്റുന്ന ചോറാണ്. 2-3 ദിവസം ഇരുന്നാലും കേടായി പോവുകയില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം.